ഹായ് ഗൈസ്, ഐഡിയാസ് ഫോർ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് മീൻ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഞാൻ ഒരു 20ഓളം മീനുകളെ കിണറിൽ വളർത്തുന്നുണ്ട്. കിണറെന്ന് പറഞ്ഞാൽ അധികം താഴ്ചയില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താഴ്ചയില്ല, അതിനകത്ത് വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്ത് റെഡിയായ ഒരു അവസ്ഥയിലാണ് നിർത്തിയിട്ടുള്ളത്. അതിനകത്ത് മീൻ വളർത്തുന്നത് 20ഓളം മീനുകളുണ്ട്. അനാബസ് ഉണ്ട്, അസം വാളയുണ്ട്, എല്ലാം കുറവുള്ളൂ. ടോട്ടൽ 20 പീസാണുള്ളത്. നട്ടറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുഡ് വാൽവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിണറിൻ്റെ അടിയിലേക്ക് നേരത്തെ ഫിൽറ്ററിങ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇറക്കിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് കൂടാതെ നമ്മളിപ്പോൾ മീനുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡുകളുടെ വേസ്റ്റും മീനുകളുടെ വിസർജനമൊക്കെ ചേർന്ന് അത് അമോണിയ ഫോം ചെയ്യും. അമോണിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മീനുകൾക്ക് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം വലിച്ച് പുറത്തേക്ക് എടുക്കണം. അതെല്ലാം എയിം ചെയ്തിട്ടാണ് ഞാനിത് ഫുഡ് വാൽവ് താഴ്ത്തി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വലിച്ച് പുറത്തേക്ക് എടുക്കാം, പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അടിയിലായതുകൊണ്ട് ഈ വിസർജ്യ വസ്തുക്കളും ഈ ഫുഡ് വേസ്റ്റും എല്ലാം വലിച്ച് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഞാനതൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ 2-3 പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്താണ്. സക്ക് ചെയ്തെടുത്ത് ഇങ്ങോട്ട് പോരും, അത്രയും പവർഫുള്ളായിട്ട് പോരും അത്. പിന്നെ ഫുട്ബോളൊക്കെ സെറ്റ് ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റിലൊക്കെ 3/4 ഇഞ്ച് സൈസ് മെറ്റിലൊക്കെ കിട്ടുന്ന കുറച്ച് അതിൽ ഓവർ സൈസ് തന്നെ ശരിക്കും കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയ മെറ്റുകളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരാതെ. മാത്രമല്ല ശരിക്കും നമ്മൾ അത് കറക്റ്റ് പാക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ചെറിയ മെറ്റീരിയലുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. അതൊക്കെ അതിൻ്റെ പരിസരത്തൊന്നും വരാതെ എല്ലാം വേണ്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു റൗണ്ടിലോ ചതുരത്തിലോ പീസ് മതി. എനിക്കിപ്പോൾ റൗണ്ടിലാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ റൗണ്ടിൽ ചെയ്ത് ആ ഹോള് റെഡിയാക്കി അളവിന് റെഡിയാക്കിയിട്ട് ഈ ഓസ് അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഫുട്ബോൾ ഇറക്കി വെച്ചത്. അപ്പോൾ ബാലൻസ് തെറ്റില്ല, എങ്ങനെ വെക്കുന്നോ അങ്ങനെ തന്നെ ഇരിക്കും. കാരണം തട്ടിമുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല ഇതിൽ ക്ലാമ്പൊന്നും ഇട്ട് മുറുക്കിയിട്ടില്ല. നമ്മൾ ഷെല്ലാക്കൊക്കെ വെച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇരുമ്പിൻ്റെ ക്ലാമ്പുകൾ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഫുഡ് വാൽവ് അവിടെ ഇല്ലാത്തതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തതിൻ്റെ താഴെയാണ്, ഏറ്റവും താഴെയാണ് ഉള്ളത്. പിന്നെ ഒരു എയർ ബോൾ അവിടെ കാണാൻ സാധിക്കും. അത് ഒരു എമർജൻസി കെയറിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മൾക്ക് ഇതിൽ വളർത്തുന്ന മീനുകൾക്കൊന്നും ഓക്സിജൻ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു എമർജൻസി കെയർ വേണ്ടി വന്നാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി. ഇത് മുകളിൽ വന്നാൽ ശ്വസിക്കുള്ളൂ ഈ മീനുകളൊക്കെ. വേറെ മീനുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇതിലുള്ള മീനുകളൊന്നും താഴെ വെള്ളത്തിനടിയിൽ വെച്ച് ശ്വസിക്കുന്നവയല്ല, എല്ലാം പുറത്ത് വന്നാണ് ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എയറേറ്ററൊന്നും വെച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈം ടു ടൈമിലൊക്കെ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം വലിച്ച് കുറേ പുറത്തേക്ക് കളയണം. അപ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ഫുഡ് വാൽവ് വഴി പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൽ റീഫില്ലായിക്കോളും, വെള്ളം തനിയെ ഉറവ് വന്ന് റീഫില്ലായിക്കോളും. കിണറിലായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ വലിച്ച് പുറത്തേക്ക് എടുക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് വേസ്റ്റും ഇതെല്ലാം അടിഞ്ഞു കൂടുന്ന വെള്ളം അതൊരു വളമാണ്. കുറച്ച് വെള്ളം ഞാൻ ഒരു 50 ലിറ്ററിൻ്റെ ടാങ്ക് അവിടെ വച്ചിട്ടുണ്ട്. അതിലാണ് സേവ് ചെയ്ത് വെക്കുക. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചില ടൈമിൽ അങ്ങനെ ആവശ്യം വന്നാൽ തിരിച്ചിറക്കാൻ സാധിക്കും. ഇതുപോലെ ഇതിനകത്തുകൂടെ ഫിൽറ്റർ ചെയ്ത ഔട്ട്പുട്ട് തിരിച്ച് കിണറിലേക്ക് തന്നെ തിരിച്ചിറക്കി കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഓക്സിജൻ കൂടെ കിട്ടാവുന്ന ഒരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. അത് ആവശ്യമില്ലെങ്കിൽ കൂടിയും വെള്ളത്തിൻ്റെ ഒരു ഓക്സിജൻ്റെ ഒരു പ്രസൻറ്റ് ഉണ്ടാകും. കിണറിലാണല്ലോ, താഴെയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടി അതിന് ഉണ്ട്. വെള്ളം എത്ര സമയം എടുത്ത് തീരുന്നോ അത്രയും സമയം ഇതുപോലെ വർക്ക് ചെയ്യും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ അപ്ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.